നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ആസ്പെറ്റോസ് ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഈ കാണുന്ന ഷെഡിനാണ് നമുക്ക് ഷീറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ മെറ്റീരിയലൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഷെഡ് കല്ല് കെട്ടി 4 തൂണും കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി 3.5 ഇതിൻ്റെ ബീം വരുന്നത്. 2 ബീം നമ്മൾ 4 മീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. 4 മീറ്ററിന് 2 ബീം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 10 അടിയുടെ ആസ്പെറ്റോസ് ഷീറ്റാണ് ഇടാനുള്ളത്. ഒരു 9 അടിക്ക് നമ്മൾ കഴുക്കോലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പട്ടിക 1.5 റൗണ്ടാണ് വരുന്നത്. അത് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ 4 പട്ടിക കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 3 മതി. ശരിക്കും ആസ്പെറ്റോസിനാകുമ്പോൾ 3 മതി. സാധാരണ 3 കൊടുക്കാറുള്ളത്. നമ്മളിവിടെ ഉള്ളത് കസ്റ്റമറുടെ അടുത്തുള്ളത് പഴയ ആസ്പെറ്റോസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 പട്ടികയും കൂടെ കൊടുക്കുന്നുണ്ട്. കഴുക്കോല് 3 നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തൂണ് 2 അറ്റത്ത് വരുന്നതുകൊണ്ട് ബലം കിട്ടാൻ വേണ്ടി നടുക്കൊരു ചെറിയൊരു 1.5 തൂണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 5 മീറ്ററിൽ 1.5 റൗണ്ട് കട്ട് ചെയ്തിട്ട് 2 അറ്റവും ഡമ്മി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഷെഡ് വലിയ ഹൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഷീറ്റ് മുകളിൽ കയറലാണ് കുറച്ച് ടാസ്ക് വരുന്നത്. നമ്മൾ പട്ടിക അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഷീറ്റ് ഇടുന്ന തന്നെ ഗ്യാപ്പ് വന്നു. ആസ്പെറ്റോസിന് ഇത്രയും അടുപ്പിച്ചൊന്നും പട്ടിക ഇടേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് പട്ടയ അടിച്ചു കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ പൊക്കിക്കൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 1.5 വരുന്ന വട്ട അതിൻ്റെ ഉൾഭാഗത്തും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാണുന്ന രീതിയിൽ അടിച്ചിട്ടുണ്ട്. വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ലെങ്ത്ത് വീഡിയോ മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ തന്നെ വർക്ക് ചെയ്യുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ലെങ്ത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ആസ്പെറ്റോസ് ഷീറ്റ് കയറ്റി ഇടുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഷീറ്റ് നേരെ കയറ്റിയിട്ടുണ്ട്. 5 ഷീറ്റ് ഇടേണ്ട അടുത്ത് പഴയത് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് 6 ഷീറ്റ് നമുക്ക് ഇടേണ്ട വന്നിട്ടുണ്ട്. ക്ലാമ്പ് 2 അറ്റത്തും ഫുള്ള് ഷീറ്റിനും 2 അറ്റത്തും ഓരോ ഷീറ്റിൻ്റെ 2 അറ്റത്തും അതുപോലെ താഴെ മുകളിലുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെൻറ്റർ ഭാഗത്ത് 2 എൻഡിലും മാത്രമാണ് ക്ലാമ്പ് ചെയ്തിട്ടുള്ളത്. പഴയ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ബെൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ 2-3 സ്ഥലത്ത് വെച്ച ഓരോ ഷീറ്റിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോളുകളുണ്ടായിരുന്നു പഴയത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.